എല്ലാവർക്കും നമസ്കാരം. മുഖം പെട്ടെന്ന് തന്നെ വെളുത്ത് തിളക്കമുള്ളതാവാനുള്ള ഒരു ഫേസ് പാക്ക് ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വളരെ റിസൾട്ടുള്ള ഒന്നാണ്. അപ്പോൾ അത് ചെയ്യണേക്കാൾ മുമ്പ് നമുക്ക് 1-2 സ്റ്റെപ്പുകൾ ഫസ്റ്റ് ചെയ്യണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിച്ചിട്ട് നന്നായിട്ട് ആവി കൊള്ളണം. അത് നിങ്ങൾ സാധാരണ ആവി കൊള്ളണത് എങ്ങനെയാണോ അത് വെച്ച് വേണം ആവി കൊള്ളാനായിട്ട്. ആവി കൊണ്ടതിന് ശേഷം നന്നായിട്ട് മുഖം തുടച്ച് വൃത്തിയാക്കണം. ആ വിയർപ്പൊക്കെ ഉപ്പിക്കളഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മുഖം നന്നായിട്ട് മിനുസാക്കാനും അതുപോലെ തന്നെ അഴുക്കൊക്കെ കളയാനുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ ഉലുവപ്പൊടിയാണ്. ഇത് രണ്ടും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 സ്പൂണ് ഉലുവപ്പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞു. ഉലുവപ്പൊടി ഇല്ലാത്തവർക്ക് ഇതിലേക്ക് ഉഴുന്നും പൊടിയായാലും എടുക്കാവുന്നതാണ്. ഇനി അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് മുട്ടയുടെ വെള്ള ആവശ്യാനുസരണം അപ്ലൈ ചെയ്യണം. അത് 2 സ്പൂണൊക്കെ നമുക്ക് മുട്ടയുടെ വെള്ള ഇതിലേക്ക് ആവശ്യം വരും. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ എൻ്റെ കയ്യിൽ ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാം. അതായത് മുഖത്തിന് പകരം കയ്യിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. നമ്മൾ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അതായത് അടിയിൽ നിന്ന് മേലേക്കുള്ള രീതിയിൽ നമ്മൾ നന്നായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതൊരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് അരമണിക്കൂർ എന്നുള്ളത് ഒരു 20 അല്ലെങ്കിൽ 25 മിനിറ്റ് ആയാലും മതി. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച് ഇത് പെട്ടെന്ന് വലിയും. ഇത് നമ്മൾ വലിയണ സമയത്ത് കഴുകി കളയേണ്ടതാണ്. അതായത് നമ്മൾ ഇത് അപ്ലൈ ചെയ്തിട്ട് ചിലർക്ക് 20-25 അല്ലെങ്കിൽ ഒരു 30 മിനിറ്റിനുള്ളിൽ വലിയും. ആ സമയത്ത് ചെറിയ ചൂടുവെള്ളം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി കളയണം. 25 മിനിറ്റിന് ശേഷം ഞാൻ നന്നായിട്ട് കഴുകി ഇതിപ്പോൾ വെള്ളമൊക്കെ ഉപ്പി കളയാണ്. ഇനി നമുക്ക് നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണം. ആ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മിൽക്ക് പൗഡറും ചെറുനാരങ്ങ നീരും മുട്ടയുടെ വെള്ളയാണ് ആവശ്യം. ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ട് ആദ്യം അതിലേക്ക് 1/2 സ്പൂണ് ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നമുക്കതിലേക്ക് 1/4 സ്പൂണ് മുട്ടയുടെ വെള്ള ആഡ് ചെയ്യണം. ഇനി അതിലേക്ക് നമുക്ക് 1 സ്പൂണ് മിൽക്ക് പൗഡർ ആഡ് ചെയ്യാം. അതായത് 1 സ്പൂണ് മിൽക്ക് പൗഡറിലേക്ക് നമുക്ക് 1/4 സ്പൂണ് മുട്ടയുടെ വെള്ളയും 1/2 സ്പൂണ് ചെറുനാരങ്ങ നീരുമാണ് ആവശ്യം. ഇതാണ് ഇതിൻ്റെ അളവും കണക്കും. ഇതിനനുസരിച്ച് വേണം നമ്മൾ ഇത് എടുക്കാനായിട്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് 15 മിനിറ്റിന് ശേഷം കഴുകി കളയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ ഇത്തിരി കൂടുതൽ അളവ് എടുക്കുന്നുണ്ട്. അതായത് ഇതിൽ നിങ്ങൾക്ക് കാണിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടാണ്. പക്ഷെ നമുക്ക് ഇത്രയും കൂടുതൽ അളവ് വേണ്ട. നമുക്ക് 1 സ്പൂണിന് 1/4 സ്പൂണ് മുട്ടയുടെ വെള്ളയും 1/2 സ്പൂണ് ചെറുനാരങ്ങ നീരും മാത്രം മതി. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് അങ്ങനെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഈ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 15 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യണം. 15 മിനിറ്റിന് ശേഷമാണ് നമ്മളിത് കഴുകി കളയാൻ പാടുള്ളൂ. അതായത് സാധാ വെള്ളത്തിൽ മതി, ചൂടുവെള്ളമൊന്നും ആവശ്യമില്ല ഇതിന്. അപ്പം നമ്മൾ ഇത് സാധാ വെള്ളത്തിൽ കഴുകി കളഞ്ഞ് മുഖം ഒന്ന് ഒപ്പിയെടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ വളരെ അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്ക് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു. ഇത് വളരെ നല്ലൊരു റിസൾട്ടാണ്. നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആഴ്ചയിൽ 2 വട്ടമൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് നല്ല തിളക്കും, അതുപോലെ തന്നെ നല്ല നിറം വരും. ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ. വീട്ടിലുള്ള 1-2 സംഭവങ്ങൾ മാത്രം മതി നമുക്കിത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.